ആ രീതിയിലുള്ള ഒരു മർദ്ദനത്തിലേക്ക് കടന്നിട്ടുണ്ടാകുകയില്ല എന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് പറയുമ്പോഴും ദൃശ്യങ്ങൾ പറയുന്നത് മറ്റ് രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും എന്ന് കോൺഗ്രസ് പറയുന്നതിൽ, യൂത്ത് കോൺഗ്രസ് പറയുന്നതിലും അസ്വാഭാവികതയൊന്നുമില്ല. ഇത് ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു ഇന്നലെ പോലീസ് നടത്തിയ അതിക്രമം? അപർണ, നേരത്തെയൊക്കെയും മുഖ്യമന്ത്രി ഈ പോലീസ് നടപടിയെയും അംഗരക്ഷകരുടെ മർദ്ദനത്തെയും ന്യായീകരിച്ച അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകളും. കൃത്യമായി അത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം അതുവഴി കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ആ വശത്തു നിന്ന് കരിങ്കൊടി വീശുന്നു. തുടർന്ന് പോലീസ് ഇവരെ സൈഡിലേക്ക് തള്ളി മാറ്റുന്നു. ഈ സമയത്താണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇവരെ ലാത്തി കൊണ്ട് മർദ്ദിക്കുന്നത്. ഇത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിവിൽ ഡ്രസ്സിലുള്ള അംഗരക്ഷകൻ ഉൾപ്പെടെ ലാത്തി കൊണ്ട് ഈ പ്രവർത്തകരെ അടിക്കുകയാണ്. തലയ്ക്കുൾപ്പെടെ അടിക്കുന്നുണ്ട്. ഇവർ വാഹനത്തിന് മുന്നിൽ ചാടി വീഴുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതിനു മുൻപുള്ള ദൃശ്യങ്ങളിൽ ഇവർ വാഹനത്തിന് മുന്നിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും അത് പരിശോധിക്കാനും ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഒരു നില ഉണ്ടാകണമായിരുന്നു. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ തരത്തിൽ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സാധാരണ നിലയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി അതിന് പകരം അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ അംഗരക്ഷകരെയും പോലീസിനെയും ഒക്കെയും ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. തന്റെ അംഗരക്ഷകർ ഒരുപാട് മുന്നിലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ കമാൻഡോകൾ ആരെയാണ് മർദ്ദിച്ചത്, അല്ലെങ്കിൽ ഈ കമാൻഡോകൾ എങ്ങനെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് പിറകിൽ വന്നു എന്നതെങ്കിലും അദ്ദേഹം മിനിമം പരിശോധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഒരുപാട് മുന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ എന്ന് പറയുമ്പോൾ പിന്നെ ഈ യൂണിഫോം ധരിച്ച സിവിൽ ഡ്രസ്സിൽ ഒപ്പമുണ്ടായിരുന്ന ഈ ആളുകൾ ആരാണ് എന്നുകൂടി വ്യക്തമാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ മുന്നിലായിരുന്നുവെങ്കിൽ പിന്നെ ഈ മർദ്ദിച്ചത് ആരാണെന്ന് കൂടി മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട്. പക്ഷെ ആ ഭാഗം അദ്ദേഹം പറയുന്നില്ല. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ മർദ്ദനത്തെ ന്യായീകരിച്ച അതേ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. UDF ഇത് വലിയ വിമർശനത്തോടുകൂടി തന്നെയാണ്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഈ മർദ്ദനത്തെ വിമർശിച്ചു. പൊതുവിൽ ഈ ദൃശ്യം കാണുമ്പോൾ അങ്ങനെ ഒരു മർദ്ദനം ആവശ്യമുണ്ടായിരുന്നു എന്നും തോന്നിപ്പോകുന്നുണ്ട്. കാരണം ആദ്യം യൂണിഫോം ധരിച്ച കാക്കിയിട്ട പോലീസുകാർ അവരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അവർ അവിടെ എന്തെങ്കിലും ബഹളമോ അക്രമമോ കാണിക്കുന്നില്ല. മറിച്ച് അവർ അവരുടെ പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധവുമായി അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ലാത്തി കൊണ്ടുള്ള അടി ഉണ്ടാകുന്നത്. അവിടെ ഈ കമാൻഡോ IRB ബറ്റാലിയനാണ്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ അദ്ദേഹം സിവിൽ ഡ്രസ്സിലാണ് ഈ മർദ്ദനം നടത്തുന്നത്. അവർക്കങ്ങനെ അടിക്കാനുള്ള നിയമപരമായി തന്നെ അങ്ങനെ കഴിയില്ല. മർദ്ദനം തന്നെ പാടില്ലാത്തതാണ്. പിന്നെ ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് ലാത്തി ഉപയോഗിക്കുന്നു. പക്ഷേ ഇങ്ങനെ അംഗരക്ഷകർ, മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അംഗരക്ഷകർ തെരുവിലെ കരിങ്കൊടി പ്രതിഷേധത്തെ ലാത്തി കൊണ്ട് നേരിടുന്നത് നിയമവിരുദ്ധമാണെന്ന കൂടി വിലയിരുത്തലുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ ആരാണ് വിനോദ് ആ വിലയിരുത്തൽ അത് എത്രത്തോളം ശക്തമായി വരുന്നു? ഇതാദ്യമായിട്ടല്ല ഈ വിമർശനം മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നേരെ ഉണ്ടാകുന്നത്. പെരുമ്പാവൂരിലുണ്ടായി, ഇടുക്കിയിൽ മാധ്യമപ്രവർത്തകനെ തള്ളിമാറ്റിയ സംഭവത്തിലുണ്ടായി. അതായത് ഇത് എത്ര ന്യായീകരിക്കുമ്പോഴും ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു നിയമലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ കൂടി ഉണ്ടോ? തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫറെ കഴുത്തിൽ കുത്തിപ്പിടിച്ചാണ് ഇങ്ങനെ തള്ളിക്കളയുന്നത്. ഇത് ആദ്യമായിട്ടല്ല. ജനപ്രതിനിധികൾക്ക് പോലും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. കോവൂർ കുഞ്ഞുമോനെ മുമ്പൊരിക്കൽ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ തള്ളി മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കോവൂരുമായി നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇട്ട് അതിന് ഏറെക്കുറെ ഒരു ക്ഷമാപണം പറയുന്ന തരത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. MLA പോലും കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ നേരത്തെ തന്നെ പോയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഇതിനെ കണ്ടാൽ മതി. ഏതായിരുന്നാലും മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ഏറെ മുന്നിലായിരുന്നു എന്നാണ്. എങ്കിൽ ഈ പിന്നിൽ വന്ന് ഇങ്ങനെ ആക്രമിച്ചത് ആരാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി മുഖ്യമന്ത്രി കാണിക്കണം. കാരണം കേരള പോലീസിന്റെ IRB ബറ്റാലിയനിലെ കമാൻഡോകളാണ് സിവിൽ ഡ്രസ്സിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ മർദ്ദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ആരാണെന്ന് പറയാനുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. ഏതായിരുന്നാലും കോൺഗ്രസ് വലിയ വിമർശന ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ക്രിമിനൽ സംഘത്തിന്റെ യാത്രയായി ഇത് മാറിയിരിക്കുന്നു. നവകേരള യാത്രയല്ല, മതില് പൊളിക്കലും ആളുകളെ തല്ലിച്ചതയ്ക്കലുമാണ് ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് UDF ക്യാമ്പ് പ്രധാനമായും അവരുടെ
പ്രചരണമായി അതുകൊണ്ട് തന്നെ UDF അത് ഏത് രീതിയിൽ ശക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു? പോലീസ് ആണെങ്കിൽ അടി കിട്ടും, എല്ലാവർക്കും അടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മന്ത്രിമാർ പറയുന്ന ഒരു സാഹചര്യമുള്ള സമയമാണ്. മുഖ്യമന്ത്രിയും ഈ വിഷയം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായത് ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടൊക്കെ എടുക്കുമ്പോൾ ഇത് ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഇതുവരെ പോയ ഒരു രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ പോയാൽ മതി എന്ന് കണക്കാക്കുന്നോ UDF? തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ പോലീസ് തല്ലുന്നതിനേക്കാൾ കൂടുതൽ DYFI CPM പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലുന്നു എന്നത് തന്നെയാണ് UDF ക്യാമ്പ് നടത്തുന്ന കാര്യം. മാത്രമല്ല ഇത് ഗുണ്ടാ സംഘങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ യാത്രയെ അനുഗമിക്കുന്ന അതത് സ്ഥലങ്ങളിലെ കൊട്ടേഷൻ സംഘങ്ങളാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചും ചെടിച്ചട്ടി എടുത്ത് തലക്കടിച്ചുമാണോ രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന ചോദ്യമാണ്. മുഖ്യമന്ത്രി ഇവരെ പിടിച്ചു മാറ്റുന്നു എന്ന് പറയുമ്പോഴും പിന്നെ അവിടെ നടക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഓരോ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇത് പറയുമ്പോഴും കൃത്യമായി ഇനി പ്രതിഷേധം തുടരും. അത് KSU നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ യാത്ര ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. പത്തനംതിട്ട കയറി കൊല്ലം, തിരുവനന്തപുരം എന്ന നിലയിലേക്ക് യാത്ര അവസാനത്തെ തെക്കൻ ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കാനുള്ള ഒരു സമയം എത്തുമ്പോഴേക്കും മർദ്ദനവും പ്രതിഷേധവും രണ്ടും കടുക്കുമെന്ന ഒരു സൂചന തന്നെയാണ് വരുന്നത്. ഏതായിരുന്നാലും കെ സുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയ എല്ലാ നേതാക്കളും കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഏതായിരുന്നാലും വരും ദിവസങ്ങളിലും കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഞാൻ തിരികെ എത്താം വിനോദ്.